ഇന്ന് നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണ്? സാമ്പിൾ വെടിക്കെട്ടാണ്. ബട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട്. നമുക്ക് എറണാകുളത്ത് മാത്രല്ല ദുൽഖർ ഉള്ളത്, നമ്മുടെ തൃശ്ശൂർക്കാർക്കും ഉണ്ട് ഒരു ദുൽഖർ സൽമാൻ. നമുക്ക് വെൽക്കം ചെയ്താലോ? എന്താണ് ദുൽഖർ പറയാനുള്ളത്? ഇന്നത്തെ പോലെയും ഭയങ്കര ക്രൗഡ് ഉണ്ട് തൃശ്ശൂർ പൂരത്തിന്. എല്ലാരും ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതെ, അതാണ് സ്പെഷ്യാലിറ്റി. മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം ഇവനെ നോക്കാണ് ഗൈസ്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ. അതെ, ഇവൻ വന്നോണ്ടാണ് ഈ ക്രൗഡ് മൊത്തം ഇവിടെ. അല്ലാണ്ട് അങ്ങനെ വെടിക്കെട്ട് കാണാൻ വന്നതല്ല. അല്ല, വെടിക്കെട്ട് അതെ വെടിക്കെട്ട് കാണാൻ വന്ന എല്ലാ ക്രൗഡിലെ പീപ്പിൾസും ഇവനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അത് വെറുതെ പറഞ്ഞതാട്ടോ, തമാശക്ക് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. വെടിക്കെട്ട് തന്നെയാണ് നമുക്ക് എന്നും മെയിൻ. തൃശ്ശൂർക്കാരുടെ മെയിൻ എന്നും വെടിക്കെട്ട് തന്നെ. വെടിക്കെട്ട് പൂരം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളത്. അതെ, കാലിക്കട്ട് ഫസ്റ്റ് ടൈം വെടിക്കെട്ട് കാണാൻ വന്നെ. എന്താണ് പറയാനുള്ളത്? തൃശ്ശൂര് ആൾക്കാരെ കണ്ടിട്ട് അടിപൊളി നല്ല വൈബാണ്. അതെ, ഇങ്ങനെ കാലിക്കട്ട് ഉണ്ടോ? കാലിക്കറ്റ് ഇതേപോലെ പൂരവും വെടിക്കെട്ടും എന്നാലും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞ ഇവിടെ തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. എല്ലാ ജില്ലക്കാരും വൈബാണ്. അതെ, എല്ലാ ജില്ലക്കാരും ഒത്തുകൂടുന്ന ഒരു സ്പോട്ടാണ് ഈ തൃശ്ശൂർ പൂരം. ഫെസ്റ്റിവലാണ്. അതിനുപരി ഒരു എന്താണ് ഇമോഷനാണ്. തൃശ്ശൂർക്കാരുടെ ഇമോഷനും കൂടിയാണ് തൃശ്ശൂർ പൂരം. ബാക്കിയുള്ള വിശേഷം നമുക്ക് വ്ളോഗിലൂടെ കണ്ടിന്യൂസ് ആയി ചെയ്യാം. ഒറിജിനൽ തോക്കിനെ വെല്ലുന്ന ഒറിജിനൽ ഗൺ. എങ്ങനെ എടുത്താ അങ്ങോട്ട് കേൾക്കാം. ഈ കളക്ഷൻ ഉദ്ദേശിച്ചത് ഞങ്ങള് വേറെ കളക്ഷൻ ഒന്നുമില്ല. നല്ല കളക്ഷൻസ് നോക്കി ചേച്ചിക്ക് മേടിച്ചാ. ഗായ്സ്, നമ്മൾ തേരവര നടക്കുമ്പോഴാണ് ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി കണ്ടത്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ല, ഞാൻ ഒരു ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫിയാണ്. ബിബിൻ എന്നാണ് ഉള്ള പേര്. ഫോട്ടോ എടുക്കുന്നു എന്റെ ഫ്രണ്ടിന്റെ ഡാഡിയുടെ കൂടെ. നമുക്ക് എടുക്കണ്ടേ? അതെ, കാണോ? സെറ്റാണല്ലേ? സെറ്റ്. ഗായ്സ്, അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ തൃശ്ശൂരുള്ള നെഹ്റു പാർക്ക് എത്തി. ആ പറഞ്ഞൊക്കെ ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ആയി. എനിക്കല്ല, അതെ, നമ്മൾ നേരെ ഇവിടെ നിന്ന് ബിനിലോട്ട് പോവാണ്. അവിടെ നിന്ന് ചായ കുടിച്ച് അപ്പോഴത്തേനും വെടിക്കെട്ടിന്റെ ടൈം ആവും. നമ്മൾ വെടിക്കെട്ട് കണ്ട് അങ്ങനെ മടങ്ങും. ഓക്കെ, നേരെ ബിനിയിൽ പോയിട്ടുള്ള വീഡിയോസ് കാണും. എനിക്ക് പാർക്ക് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? കളിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ഈ പിള്ളേർ കളിക്കാൻ വേണ്ടിട്ട് എന്താ തോന്നുന്നത്? വൈബ് തോന്നുന്നു. എനിക്കും പോയി കളിക്കാം. ഇവിടെ നോർമലി തിരക്ക് ഉണ്ടാവാറില്ല, പക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ തിരക്കാണ് നോർമലി. ഇപ്പൊ നെഹ്റു പാർക്ക്, തൃശ്ശൂർ നെഹ്റു പാർക്ക് സംഭവം കൊള്ളാം. വൈബ്. എനിക്കണ്ട, ഇവൾക്കാണ് കൂടുതൽ ആഗ്രഹം. എന്നെക്കാൾ കൂടുതൽ ആഗ്രഹം അപർണയ്ക്കാണ്. അല്ല, അംജുനാണ്. എനിക്കല്ല, ഫസ്റ്റ് പറഞ്ഞോളൂ. അല്ല, നമ്മളിപ്പോ ഭയങ്കര ടയേർഡാണ്. അപ്പൊ നമുക്ക് നേരെ ഒരു ചായ കട ബിനിലോട്ട് പോവാം. ബിനിലോട്ട് പോയിട്ട് ചായ കുടിക്കാം. ഓക്കെ, കമോൺ.
തൃശ്ശൂർ റൗണ്ട് എത്തി. ഇനി നേരെ ബിനിലോട്ട് പോവാം. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ബിനി. ചായ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളി അടിപൊളി ചായ. പൊളി വന്നെന്തായാലും വെറുതെ പിന്നെ ചായ മാത്രല്ല സ്നാക്സ് ഉണ്ടായിരുന്നു. പക്ഷേ സ്നാക്സിന് യുദ്ധം സംഭവിച്ച കാരണം ഒന്നും അവശേഷിക്കുന്നില്ല. ഓൺലി കരിവേപ്പില മാത്രമല്ല, ബാക്കിയെല്ലാം കയ്യിൽ ഗൈസ്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, പ്രണവ് മോഹൻലാൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ? കാണാലേ? ഹായ്. ആളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ബ്രോന്റെ പേര്? എന്റെ പേര് വിനീഷ്. എന്നെ പിന്നെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്തേലും പറയാനുണ്ടോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലല്ല, മലപ്പുറം വളാഞ്ചേരി. മലപ്പുറത്തുനിന്ന് വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുക. ഒരാൾ കാലിക്കട്ട് വന്നത്, ഒരാൾ തൃശ്ശൂരിന്ന് വന്നിട്ടുണ്ട്. Right.
സ്ട്രൈറ്റനിങ്ങിന് പോയിക്കായിരുന്നു. അതെ, ശ്രീകുട്ടിയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് നമ്മുടെ തൃശ്ശൂർ വെടിക്കെട്ട്? അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഡേ ഫുള്ള് വൈബായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ്. ഇത് വെറും സാമ്പിള് മാത്രാണ്, വരാതിരിക്കുന്നുള്ളൂ. അതും എറണാകുളത്ത്, കൊച്ചിയിൽ. അതെ, ഞങ്ങള് പൂരത്തിന് ഇവിടെ ഉണ്ടാവില്ല, നമ്മള് കൊച്ചിയിലായിരിക്കും. കുറച്ച് പേര് കൊച്ചിയിലുണ്ടാവും, കുറച്ച് പേര് തൃശ്ശൂർ പൂരത്തിനൊക്കെ ഉണ്ടാവും. എന്താണ് പറയാനുള്ള? കൊച്ചി വ്ളോഗായിട്ട് വരുമോ ഇനി? അടുത്തൊരു വീഡിയോയിൽ കൊച്ചി വ്ളോഗായിട്ട് പുതിയ പുതിയ വീഡിയോസ് ഇറക്കുന്നതാണ്. അതെ, അപ്പൊ നമുക്ക് ഗുഡ് നൈറ്റ്, ടാറ്റ. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വേറൊരു ദിവസം വേറൊരു നല്ലൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും ഗൈസ്. ടാറ്റ, ബൈ ബൈ.